എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ഷാജിയച്ച, ഷാലോം ടി വിയിൽ കൂടെ കൂടെ വരാറുള്ളൊരു പാട്ടുണ്ട്, തിരുഹൃദയനാഥനെ എന്ന് പറഞ്ഞിട്ട്. അത് അച്ഛൻ്റെ പാട്ടാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇന്ന് ആ പാട്ടിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ്. ശരത്ത് അഭിനയിച്ച് പണ്ട് ഞങ്ങൾ ഓർക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്തെ എനിക്ക് വന്നത് സഭയിൽപ്പെടുന്ന ആളല്ലെന്ന് ശരത്ത്, ഒരു സിനിമാ നടനല്ലേ. അപ്പം അദ്ദേഹം വളരെ ജെൻറ്റിലായിട്ട് വന്ന ആ ലൊക്കേഷനിൽ നിന്ന് ഈ ആ പാട്ടെപ്പോഴും എനിക്കൊന്ന് ശാലോമിൽ വരുന്നുണ്ട്. 2 പ്രാക്കളൊക്കെ, അതിനെ ഞങ്ങളെന്ത് കഷ്ടപ്പെട്ട് തമ്പുരാനെ ആ പ്രാവിനെ പറന്നു പോകാതെ ആ പ്രാവിനെ അവിടെ പിടിച്ച് നിർത്തുമ്പോൾ കാണുമ്പോൾ നമുക്ക് എന്ത് രസമാണ്. 2 പ്രാവുകൾ ഇങ്ങനെ കൊത്തിയും പെറുക്കി ഇരിക്കുന്നു. പക്ഷേ ആ പ്രാവിൻ്റെ ഒരു ശാന്തത ആ പാട്ടിന് ശരിക്കും ഉണ്ട്. എനിക്കൊന്ന് ശാലോം എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട് ആ പാട്ട്. റിപ്പീറ്റ് ചെയ്യാറുണ്ട്. തിരുഹൃദയ നാഥനേ, അധരങ്ങൾ ആലഞ്ഞാൻ അവിടുത്തെ നാമമെന്നും ഏറ്റുപാടുമേ. തിരുഹൃദയ MG നല്ല ഭംഗിയായിട്ട് MGക്ക് ഇങ്ങനെ ഈ ഫീൽ ചെയ്യുന്ന പാട്ടൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കയറ്റി പാടും. തിരുഹൃദയ ആധരങ്ങൾ ആലഞ്ഞാൻ ഇങ്ങനെ പാടും, നല്ല രസമാണ്. അദ്ദേഹം വിശ്വസ്തനായ ഒരു സിംഗറാണ് അദ്ദേഹം നന്നായിട്ടത് പാടിയിട്ടുമുണ്ട്. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിൻ്റെ വിശ്വസ്തത. ഇതാണ് ആ പാട്ട്. ഓടി ഉദ്ദേശിച്ച പാട്ട് ഇതല്ലേ? ഇത് തന്നെ. ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയനാഥനേ, അധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു
മാത്രം ധാരധാരയായി പെയ്തിടും മേഘം പോലെ യേശുവേ നീ മുൻപിൽ വന്നല്ലോ നേർത്തരോദനം അതോർത്തു കേട്ടു നീ ആർദ്രഭാവങ്ങൾ വേരോടെ കണ്ടു നീ ഒന്നും മറയ്ക്കാനില്ലേശുവേ നിൻ ദിവ്യസന്നിധി നീ എൻ ജീവസംഗീതമാ തിരുഹൃദയനാഥനേ അധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ വേദഗ്രന്ഥത്താളിൽ നിന്നെ കണ്ടുവെങ്കിലും ആദ്യമായി അനുഭവിച്ചതോ ഈ ഹോസ്തിയിൽ ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ ആത്മദീപങ്ങൾ ആർക്കും മായിക്കാൻ കഴിഞ്ഞിടാത്ത ദിവ്യ പുണ്യമാ ആയുഷ്കാലം കാത്തു പോരും തിരുഹൃദയനാഥനേ അധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത തിരുഹൃദയനാഥനേ അധരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ വേദഗ്രന്ഥത്താളിൽ നിന്നെ കണ്ടു എങ്കിലും ആദ്യമായി
അനുഭവിച്ചതോ ഈ ഓസ്തിയിൽ. ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ, ആത്മദീപങ്ങൾ ആർക്കും മായ്ക്കാൻ കഴിഞ്ഞിടാത്ത ദിവ്യ പുണ്യമായി ആയുഷ്കാലം കാത്തുപോരും ഞാൻ. ഇതാണ് ആ പാട്ടിൻ്റെ ചരണം. വേദഗ്രന്ഥത്തിൽ വേദഗ്രന്ഥ താളിൽ കണ്ടു എങ്കിലും ഞാൻ അനുഭവിക്കുന്നത് ആദ്യമായിട്ട് കോരിത്തരിക്കുന്ന ഒരു അനുഭവമായത് ഹോളി കമ്മ്യൂണിയൻ. അതായത് കർത്താവ് പറഞ്ഞില്ലേ, വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പക്ഷേ അപ്പം മുറിച്ചപ്പോഴാണ് കണ്ണ് നിറയുന്നതും കണ്ണ് തുറന്നതും. അപ്പം വേദഗ്രന്ഥത്താളിൽ ഈശോയെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ കൂദാശയിലാണ് ആദ്യമായി അനുഭവിച്ചതോ ഈ ഓസ്തിയിൽ. പിന്നെ അതിൻ്റെ താഴെയുള്ള വരികളിൽ അമ്മയാണ് ഈ സത്യം പറഞ്ഞു തന്നെന്ന് അല്ലേ? അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട ബാലചന്ദ്ര മേനോൻ പറഞ്ഞ പോലെ അമ്മയാണ് സത്യം. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് നയിക്കുന്നത്. അമ്മയാണ് ആദ്യ സത്യം. ആദ്യ സത്യം അമ്മയും അപ്പനുമാണ്. എൻ്റെ അമ്മയാണ് കുർബാനയിലെ സത്യത്തെ പറഞ്ഞു തന്നിട്ട്. അതൊക്കെ സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള, എങ്കിലും ഓരോ വ്യക്തിയുടെയും ജീവിതവുമായിട്ട് ഇതിനെ ചേർത്ത് വെക്കുമ്പം അതിൻ്റെ ഒരു അതിശയം എന്ന് പറയുന്നത് ഭയങ്കരമാണ് ബോണി. എനിക്കെൻ്റെ അമ്മയും അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സത്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരുമാകുമായിരുന്നില്ല. എന്നുവെച്ചാൽ എനിക്കങ്ങനെ പറയേണ്ടി വരും, ആരുമാകുമായിരുന്നില്ല. അമ്മയ്ക്കൊരു ട്രൂത്ത് ഉണ്ടായിരുന്നു എവരിതിങ്. ഇപ്പം പ്രാർത്ഥിച്ചാൽ അപ്പം ചുമ്മാതെ ആമേൻ ഇത് ചെല്ലാൻ പറ്റത്തില്ല. ഇപ്പോഴാണെങ്കിലും നന്മ പണ്ടൊക്കെ ഞങ്ങൾ ചിലപ്പം രാൻ്റെ ഇസ്ലാമേ രാൻ്റെ പരിസ്ഥിതിമേൻ ഇന്നും ചെല്ലാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ പരിപാടിയൊന്നും പറ്റത്തില്ല. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവൊന്നു തെറ്റിയാൽ 416 തവണയും ചൊല്ലിച്ചു ശുദ്ധി വരുത്തി തൃപ്തയായി നല്ല വഴി പഠിപ്പിച്ച അമ്മേ, നിന്റെ മറുപേരാണു സത്യം സ്നേഹം. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവൊന്നു തെറ്റിയാൽ. എണീക്കടാ, മുട്ടുതറാ, കൈകൊണ്ട് പിടിച്ചേ. അവൻ പ്രാർത്ഥിക്കുന്നു. ചെല്ലിക്ക് അങ്ങോട്ട്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്. ചെല്ലടാ, കർത്താവ് അങ്ങയുടെ സ്ത്രീയല്ല സ്ത്രീ. ഇങ്ങനെ പറഞ്ഞ് ചെല്ലിച്ചിട്ട് അമ്മ അന്ന് അതിന് പരിഹാരം ചെയ്യും. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവൊന്നു തെറ്റിയാൽ 416 തവണയും ചൊല്ലിച്ചു ശുദ്ധി വരുത്തി തൃപ്തയായി നല്ല വഴി. ഇത് അമ്മച്ചിയുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലായിരുന്നു. തൃപ്തയായത് നല്ല വഴി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും അമ്മയുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണെന്ന്, പക്ഷെ അതിൻ്റെ പിന്നിൽ ഉള്ളത് ഈ സത്യം. അപ്പം ആ സത്യം ഉമ്മ നൽകവേ അമ്മ നൽകിയ. ശരിക്കും ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫാമിലി തിയോളജി പഠിപ്പിക്കുമ്പോഴേ ഞാൻ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട അപ്പ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കണം. ആ ഉമ്മ കൊടുക്കുമ്പം എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്ത എന്നാ? എൻ്റെ സ്വാർത്ഥതയെ പ്രതിയല്ല എങ്കിൽ ഉണ്ടോ, അമ്മ ഉമ്മ നൽകുമ്പോൾ പോലും അമ്മയുടെ സംതൃപ്തിയല്ല, കുഞ്ഞിൻ്റെ ആനന്ദമാണ്. എൻ്റെ ഭാര്യയെ എൻ്റെ മക്കളുടെ മുമ്പിൽ നിന്ന് ആദരിക്കാൻ ഏറ്റവും നല്ല മാർഗം ടോണിമോനെ ഇങ്ങ് വന്നേ, ടോമോനെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, ഇത് നമ്മുടെ അമ്മച്ചി നല്ലൊരു കറി ഉണ്ടാക്കിയല്ലേ, ഓ എന്നെ ലീലാമ്മ അത്ര സന്തോഷിക്കൊന്നും വേണ്ട, അത്ര നല്ല കറിയൊന്നും ആയിരുന്നു, അടുത്ത് നിർത്തി ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുമ്പം സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉമ്മയെ ഉപയോഗിക്കുന്നവർക്ക് മാറ്റമായി. സ്വന്തം ശരീരത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടി ആലിംഗനത്തെ ഉപയോഗിക്കുന്നവർക്ക് മാറ്റമായി. ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠം. അതായത് അമ്മ നൽകിയത് ഉമ്മയായിരുന്നെങ്കിലും അതിലൂടെ നമ്മിലേക്ക് വന്നത് അമ്മയുടെ ചില സത്യങ്ങളാണ്. അതുകൊണ്ടത് ആത്മദീപങ്ങളായി. ഉമ്മയെല്ലാം പോയി, അമ്മ പോയി, ദൂരെ പോയി. അമ്മ മരിച്ചിട്ട് എത്രയോ കാലമായി.
അത് വിളക്കായി മാറി. അപ്പം അമ്മ അടഞ്ഞപ്പോൾ ഉള്ളിലൊരു വിളക്ക് തുറന്നു. അമ്മ മിഴിയടച്ചപ്പോൾ ആത്മദീപങ്ങൾ ആർക്കും മായിക്കാൻ അന്ന് ഊതിയാലൊന്നും കിട്ടുപോകത്തില്ല. അതൊരു ചിരസ്ഥായിയായ സത്യമായി. അതുകൊണ്ട് തന്നെ അടുത്ത് നമ്മളൊരു കാര്യം ചെയ്താൽ അത് വിജയിപ്പിക്കണം, ചോരയൊഴുക്കണം, കഷ്ടപ്പെടണം, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം. സഭ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളണം. മനസ്സിലായില്ല? നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ ശുശ്രൂഷയെ മനസ്സിലാക്കിയില്ലെങ്കിലും ഡോണ്ട് വറി. ഉമ്മ നൽകിയപ്പോൾ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ ആർക്കും വായിക്കാൻ പറ്റുന്ന കാറ്റിനും കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെയാണെങ്കിലും അത് വേരുറച്ചു പോയതാണ്. വേരുറച്ചു പോയി. അത് പറിച്ചു കളയാൻ ആർക്കും പറ്റില്ല. വേദഗ്രന്ഥത്താളിൽ നിന്നെ കണ്ടുവെങ്കിലും ഈ ദാസൻ ആദ്യമായി അനുഭവിച്ചതു ഈ ഓസ്തിയിൽ ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ കുർബാനാനുഭവമായി ആർക്കും മായിക്കാൻ കഴിഞ്ഞിടാത്ത കുർബാനയിലെ വിശ്വാസമായി. സത്യത്തിൽ അമ്മ നൽകിയത് ഉമ്മയാണ്. ഉമ്മ 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 ചക്കരമുത്തേ ഉമ്മ ചക്കരക്കുട്ടി ഉമ്മ ഈശോ ഉണ്ട്, ഈശോയുടെ നാമത്തിൽ ഉമ്മ കേട്ടോ. അമ്മ പള്ളിയിൽ പോകാൻ കേട്ടോ, അമ്മ പള്ളിയിൽ പോയി കുർബാന കൂടിയിട്ട് വരാം. ഈശോ തിരുവോസ്തിയിൽ ഈശോ ഉണ്ട് കേട്ടോ, ഉമ്മ ചക്കര ഉമ്മ കേട്ടോ, ഈശോ അപ്പത്തിൽ ഈശോ ഉണ്ട് കേട്ടോ, ഉമ്മ ഉമ്മ. പക്ഷെ ഉമ്മയാണ് കിട്ടിയത്. പക്ഷേ ഉമ്മയാണ് തന്നത്, കിട്ടിയത് ജീവിതത്തിൽ. സത്യം അതാണ് ബോണി പറഞ്ഞ ശരി. ഉമ്മയാണ് തന്നത്, കിട്ടിയത് ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത മൂല്യങ്ങൾ. നമ്മുടെ തലമുറകളെ ഓർക്കണം. എനിക്ക് തോന്നുന്നു ഈ പാട്ടുകാരല്ലെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പറ്റുന്നത് ഈ ചിലർ ശുശ്രൂഷയിൽ വലിയ തലപ്പത്താ, വിരൽത്തുമ്പിൽ അത്ഭുതമെന്നേ, പട്ടാണി പോലെ അത്ഭുതം ഇഷ്ടം പോലെയാണ്. പക്ഷേ സ്വന്തം അപ്പൻ അമ്മ അവരെ അവരുടെ കുറവുകളോടുകൂടി ഓർത്ത് ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷാവിധിയിൽ കുറവാണ്. ടീച്ചർമാർ പഠിപ്പിക്കുമ്പം അവരൊന്ന് പ്രാർത്ഥിച്ച് അവർ സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്ന് കയറിക്ക്. എൻ്റെ അമ്മയിൽ നിന്ന് മുറിവുകൾ ഞാൻ എപ്പോഴും ഓർക്കാറ്. ഒത്തിരി മുറിവുകളുണ്ടായിട്ടുണ്ട് എനിക്ക്, അപ്പനിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർത്തിരിക്കുന്നത് അവർ തന്ന നന്മകളാണ്. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി ബോണിയാണെങ്കിൽ ഇനി ശുശ്രൂഷ ചെയ്യുമ്പോൾ ബോണി ഓർത്ത് നോക്കി, എൻ്റെ അച്ചാച്ചനും ബോണിയുടെ അപ്പനും അമ്മയും ഉണ്ട് അല്ലേ? അപ്പോൾ അത് എന്നാലും കുഴപ്പമില്ല, അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കയറുക. അപ്പോൾ എൻ്റെ അച്ചാച്ചനും അമ്മച്ചി മരിച്ചുപോയി. അപ്പം ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ മരിച്ചുപോയ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്ത നന്മകൾ 100 ഇരട്ടിയാക്കി കൊടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ. സ്വന്തം അമ്മയും അപ്പനെയും നന്ദിയോടെ ഓർക്കാത്തതാണ് ശുശ്രൂഷകരുടെ ഒരു ബ്ലോക്ക്. ഐ ആബ്സല്യൂട്ട്ലി ഷുവർ. ഉമ്മ നൽകി ഇപ്പം കിട്ടിയ ആദ്യ പാഠങ്ങൾ ലോകോത്തര ശുശ്രൂഷകരായിരിക്കാം, അല്ലായിരിക്കാം, എഴുത്തുകാരനായിരിക്കാം, പ്രഭാഷകനായിരിക്കാം, മീഡിയയിലെ കമ്പ്യൂട്ടറിസ്റ്റ് ആയിരിക്കാം, എഡിറ്ററായിരിക്കാം, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ അപ്പനെയും അമ്മയും ഓർക്കാത്തതും വേണ്ട ചതുപ്പ ജീരകം എല്ലാത്തിൻ്റെ ദശാംശം കൊടുക്കുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ കൂടുതലൊന്നും പറ്റാൻ ഞാനിപ്പോൾ ഭാര്യയും ഭർത്താവോ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല, ഞാൻ കൊടുക്കേണ്ടത് ദശാംശമായി കൊടുത്തു, ഇനി എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്ന ഒരു മുഖമടവ്, ഹൃദയമടവാണ് ശുശ്രൂഷകർ. ബോണി ഇനി നോക്കിക്കൂ, ഒരു എക്സ്ട്രാ അപ്പനും അമ്മയ്ക്കും വേണ്ടി നന്ദി പറഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് കയറിക്കൂ. മാതാപിതാക്കളെ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ നീ മാതാപിതാക്കളെ ബഹുമാനിക്കുക. നീ ആരും ആയിക്കൊള്ളട്ടെ, നീ ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കും, നീ ഇന്ന് മാർപ്പാപ്പയായിരിക്കും, നീ ഇന്നിപ്പം പാട്ട് എഴുതിയ ആളാണ്, ഇന്ന് ശാലോമി വരുന്നുണ്ടായിരിക്കും. എൻ്റെ അച്ചാച്ചൻ 4ാം ക്ലാസ്സിലേ പഠിച്ചുള്ളൂ. പക്ഷേ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ സ്മരണ ഒരൊറ്റ യു ക്യാൻ കം ടു മൈ റൂം. നിങ്ങളെല്ലാവരും പറയും എൻ്റെ പാട്ടിലെഴുത്തിലൊക്കെ അമ്മ കൂടുതലുണ്ടല്ലോ. എൻ്റെ അപ്പനും അതുപോലെ തന്നെ എൻ്റെ ചിന്തയിലുണ്ട്. നീതിയും സത്യവും കഠിനാധ്വാനവും. എൻ്റെ അച്ചാച്ചൻ 76-ാം വയസ്സിൽ ക്യാൻസറസ് വന്ന് മരിക്കുമ്പം അതിന് തൊട്ട് മുമ്പ് അച്ചാൻ്റെ പടഞ്ഞ മസിലൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്. തൂമ്പ എടുത്ത് കിളച്ച് മറിഞ്ഞധ്വാനിച്ചു. അപ്പം ഞാനീ പറഞ്ഞത്, ഞാൻ എൻ്റെ മുറിയിൽ ഇവരുടെ രണ്ടുപേരുടെയും പടങ്ങൾ സൂക്ഷിക്കാറില്ല. പക്ഷേ ഈ ആത്മദീപങ്ങളുണ്ട്. ബോണി എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നല്ലോ, പറ. ഈ മനസ്സിലാക്കപ്പെടാത്ത അപ്പന്മാരുടെയും അമ്മമാരുടെയും വേദനകളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. അച്ഛനിത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ കാണുന്ന ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന 100,000 മാതാപിതാക്കളുണ്ടാവും.
ഞാൻ അവരെക്കുറിച്ച് ഇങ്ങനെ ഓർക്കായിരുന്നു. അവരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? മാതാപിതാക്കളോട് എനിക്ക് പറയാൻ നമ്മൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ. മക്കളിൽ നിന്ന് നിങ്ങൾക്ക് നിന്ന വരുമ്പം അത് ആത്മരക്ഷയ്ക്ക് വേണ്ടി അത് കാത്തു വെക്കുക. എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്, നിങ്ങളുടെ ഭൂമിയിലെ ശുദ്ധീകരണമായിട്ട് അതിനെടുത്താൽ മതി. കാരണം നമ്മൾ നൊന്ത് പ്രസവിച്ചിട്ടേ പെറ്റുനോവിൻ്റെ പേരിൽ 10 പൈസ പോലും പറഞ്ഞു വാങ്ങാത്ത സ്നേഹമേ. പെറ്റുനോവിൻ്റെ പേരിൽ 10 പൈസ പോലും നമ്മൾ അപ്പനും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ജനിപ്പിച്ചു വന്ന കാരണത്താൽ. അപ്പോൾ അവർക്ക് നമ്മൾ നിന്ദനങ്ങൾ കൊടുക്കുമ്പം അത് ലഭിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് എന്താ? നിങ്ങളുടെ ഭൂമിയിലെ ശുദ്ധീകരണമാണ് ആ സമയം. നിങ്ങൾ എന്നാലും മക്കളെ അനുഗ്രഹിക്കുക. പിന്നെ അങ്ങനെ നിന്ദനം വാരിയെറിയുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വിതച്ചത് കൊയ്യാതെ പോകത്തില്ല. അത് ശിക്ഷയല്ല, ഭീഷണിയല്ല, ഒരിക്കലുമല്ല. അത് ഒരു ശാപവുമല്ല. നിങ്ങൾക്കിത് ഓർക്കാനിട വരണം. കാരണം നിങ്ങളെ അതുപോലെ, ഞാൻ എൻ്റെ ഇടവകയുടെ കാര്യം പറയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ബോണി, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്ത് താല്പര്യമാണ് ആ ഉള്ളവർക്ക് തന്നെ. അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഞാൻ എത്ര പേരെ കണ്ടിരിക്കുന്നു, അത്രയും താല്പര്യമില്ല. ഇതെന്തുകൊണ്ടാണ്? ബോണി അങ്ങനെ ചിന്തിച്ചതിൽ സന്തോഷം തോന്നി. മക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ്. അല്ല, ബോണിക്ക് ബോണിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയാണ്. അതേ ശ്രദ്ധ വരുമ്പോഴാണ് കുടുംബത്തിൽ ഒരപ്പൻ പെർഫെക്റ്റ് ആകുന്നത്. എന്നുവെച്ചാൽ അമ്മയോടും അതേ താല്പര്യം, അപ്പനോടും അതേ താല്പര്യം. എന്നിട്ട് ചെയ്യേണ്ടതാണ്, മക്കളെ നിങ്ങളെ അമ്മ അച്ചാച്ചൻ സ്നേഹിച്ചതുപോലെ ഇതിലും സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയണം ഉള്ളുകൊണ്ട്. അത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ പറയണ്ട, കള്ളത്തരം പറയണ്ടല്ലോ. പപ്പ അല്ലെങ്കിൽ അച്ചാച്ചൻ എന്നെ നോക്കിയത് അങ്ങനെയാണ്. പിന്നെ അച്ചാച്ചന് അന്നത്തെ കാലത്ത് ഇത്ര അറിവില്ലായിരുന്നു മോനെ. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അച്ചാച്ചന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അമ്മച്ചിയും അച്ചാച്ചനും പപ്പായെ അതുപോലെയാണ് കൊണ്ട് നടന്നത്. അതിൽ നിന്നാണ് നിങ്ങളെ ഇതുപോലെ ഞാൻ കൊണ്ട് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങൾക്ക് അച്ചാച്ചനേക്കാളും അമ്മച്ചിയേക്കാളും സ്നേഹവും നിങ്ങൾ പോയി അവരുടെ അനുഗ്രഹം വാങ്ങണം. അത് കളിപ്പിക്കാനല്ല, ഒരു നല്ല സംഗതി കിട്ടിയാൽ പപ്പായ്ക്കും അമ്മയ്ക്കും അല്ല ആദ്യം തരേണ്ടത്. നിങ്ങളതുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചെന്ന് പോലും വിളിക്കില്ല, അച്ചാച്ചനും അമ്മച്ചിക്കും കൊണ്ട് കൊടുക്കണം. അവർക്കെന്ത് കൊടുക്കുന്നതും പപ്പായ്ക്കും അമ്മയ്ക്കും ഇഷ്ടമാണ്. കാരണം ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ നിങ്ങൾക്ക് സ്നേഹവായ്പായി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സ്നേഹിക്കണം. അങ്ങനെ പ്രായോഗികമായ എന്ത് രസമായിരിക്കും. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ സംസാരം അവസാനിപ്പിച്ചാലോ? തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം മുഴുവനുമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ നൊന്ത് പ്രസവിച്ച് വളർത്തി ഉയർത്തി കരഞ്ഞ് നെടുവീർപ്പിട്ട് ചതഞ്ഞ് ഞങ്ങണ പോലെ ഉലഞ്ഞ് വേദനിച്ച് ഭാരവും അഗ്നിപർവ്വതവും നെഞ്ചത്തെടുത്ത് വെച്ച് ഒരു ആയുസ് മുഴുവൻ ചതഞ്ഞ് നീര് മുഴുവൻ മക്കൾക്ക് തമ്പുരാനെ ഒരു പുതുമഴ പോലെ വാരിത്തൂകി കൊടുത്തിട്ട് ചടഞ്ഞുകൂടി ഒരു മൂലയ്ക്ക് കണ്ണുനീരും ഭാരവും ചാരവും മലക്കാത്ത പുതപ്പും തമ്പുരാനെ ദുർഗന്ധം വമിക്കുന്ന മുറികളും തെച്ച് കഴുകാത്ത കോളാമ്പികളുടെയും ഇടയ്ക്ക് നീറി നിൽക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരിലേക്ക് അഭിഷേകം അയക്കണമേ. അവർ മക്കളെ ശപിക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശാലോം മാത്രം ദൈവിക ശുശ്രൂഷകളുടെ ചാനലുകൾ മാത്രം ഒരു ആശ്വാസമായി, ഒരിടത്തും ഒരു ആശ്രയമില്ലാതെ ഇങ്ങനെ കിട്ടുന്ന വാക്കുകൾ മാത്രം ഒരു തെന്മഴ പോലെ കേട്ടുകൊണ്ടിരിക്കാൻ മാത്രം വിധിയുള്ള മക്കളിൽ നിന്ന് ഒരു നന്മയും കേൾക്കാൻ നിവൃത്തിയില്ലാത്ത അനേകം മാതാപിതാക്കളുടെ മേലെ ഇപ്പോൾ സമാധാനം വന്ന് വീഴട്ടെ. നേരിട്ടൊരു വാൽനക്ഷത്രം താഴെ വന്ന് വീഴുന്ന പോലെ ഒരു മുത്തഭിഷേകം, ഒരു പളുങ്കു കടൽ സ്വർഗത്തിൽ നിന്ന് തമ്പുരാനെ ഒരു അവിടുന്ന് ചെരിച്ച് സ്വർഗത്തിൻ്റെ വാർപ്പ് ചെരിച്ച് പളുങ്ക് കടൽ അവരുടെ മേലെ ഒഴുക്കണമേ. ഒപ്പം മാതാപിതാക്കളെ വേണ്ട വിധം മാനിക്കാതെ സ്വന്തം ജീവിതത്തിൻ്റെ പളുങ്ക് തേടിപ്പോകുന്ന അനേകം യുവ മാതാപിതാക്കന്മാർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ വഴി മാതാപിതാക്കന്മാരെ സ്നേഹിപ്പിക്കാൻ, സമ്മാനം കൊടുപ്പാൻ ഒരു പുതിയൊരു അഭിഷേകം, പഴയകാല നന്മകൾ ഗുരുത്വത്തോടെ ഓർത്ത്
ജീവിതം ദൈവസന്നിധിയിൽ കൊടുക്കുന്നതിൻ്റെ അടയാളമായി മാതാപിതാക്കളുടെ മുമ്പിൽ ഒന്ന് പുനഃസമർപ്പിക്കാൻ ഒരു വ്രതമെടുക്കാനിട വരട്ടെ. സ്തോത്രം. ദൈവമേ, ഈ സമയം തന്നെ അനേകരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകട്ടെ, ഒരു തീരുമാനമെടുക്കട്ടെ. ഒരു കണ്ടുകേട്ട് പോവുകയില്ല, ഒരു തീരുമാനം എടുക്കാനിട വരട്ടെ. ഇപ്പോൾ കർത്താവേ, ഈ 10 കൽപ്പനകളുടെ ഒരു അഭിഷേകം അവരിൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ, ആത്മദീപങ്ങൾ ആർക്കും മായിക്കാൻ കഴിഞ്ഞിടാത്ത ദിവ്യ പുണ്യമാ ആയുഷ്കാലം കാത്തു പോരും തിരുഹൃദയനാഥനെ അധരങ്ങളാലെ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയനാഥനെ അധരങ്ങളാലെ അവിടുത്തെ